ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ മണിക്കടല വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ നോൺ വെജിൻ്റെയൊക്കെ ഒരു രുചിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് കടലൊക്കെ എല്ലാവർക്കും കിട്ടി കാണും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് മണിക്കടല എടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന ആ ബ്രൗൺ കടലയില്ലേ, ഇത് ഓവർനൈറ്റ് കുതിർത്തിയതാണ്. അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ കുതിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കുതിർത്തി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് അങ്ങനെ നോക്കാനൊന്നുമില്ല. ഞാൻ പക്ഷേ ഒരു 1.5 കപ്പോളം കടലെടുത്തിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ഈ വെളുത്തുള്ളി കുറേ വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 5-8 വെളുത്തുള്ളിയൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു 5-6 പച്ചമുളക് ചേർക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെ ഈ ഫ്ലേവർ ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതിൽ മസാലയും കൂടി പറയുന്നുണ്ട്. അതും കൂടി ചേർത്താൽ കറക്റ്റ് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പൊക്കവട പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ച് അധികം എടുത്തോളൂ. അതായത് ഒരു 8-10 വെളുത്തുള്ളിയൊക്കെ എടുത്തോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഒരു റവയുടെ പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അതിൽ ഞാൻ കുറച്ച് കായം ചേർത്തിട്ടുണ്ട്. കായം നമ്മൾ സാമ്പാറിലൊക്കെ ഇടണമല്ലേ, ആ കായത്തിൻ്റെ പൗഡർ, അത് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കായം ചേർക്കുക. അപ്പോൾ എന്നിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്, വലിയ ജീരകം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചതച്ചിട്ടും പെരിഞ്ജീരകം ചതച്ചിട്ടും ചേർക്കാം കേട്ടോ, അരയ്ക്കണം എന്നില്ല. പക്ഷെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എല്ലാം കൂടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരുവിധം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് വല്ലാതെ ഇങ്ങനെ സ്മൂത്ത് പേസ്റ്റ് ആക്കരുത്. ഒരു റവയുടെ ഒരു തരി പോലത്തെ ആ ഒരു പരുവത്തിൽ, വല്ലാതെ തരുതരിപ്പായിട്ട് അരയ്ക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒരു ബൈൻഡിങ് കിട്ടില്ല. അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അതായത് നമുക്ക് ബൈൻഡിങ് കിട്ടണം, ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കുക, അരച്ചത് കുറവായി പോയെങ്കിൽ അത് ബൈൻഡിങ് കിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അരച്ചെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടിയും ചേർക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് ഫൈനായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഇത് എരിവില്ലാത്ത ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്താൽ മതി. പിന്നെ കളറിന് നല്ല മഞ്ഞൾപ്പൊടി, പിന്നെ കളറും ടേസ്റ്റൊക്കെ കിട്ടാൻ പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇത് ഒട്ടും എരിവില്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. അതുപോലെ തന്നെ മല്ലിയില ചേർക്കുക. പിന്നെ ഒരു സവാള, 1-2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കണം. ചോപ്പ് ചെയ്യരുത്, അതായത് ചെറുതായി അരിയരുത്, നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുക. ഈ സവാളയുടെ ബൈറ്റ് നമുക്ക് കിട്ടണം കഴിക്കുമ്പോൾ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില, ഒരു പിടി മല്ലിയിലയും ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ആ സവാളയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് അതൊന്ന് അടർത്തിയെടുക്കണം കേട്ടോ. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ അതും കൂടി ഇതിനോട് കൂടി ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ നല്ല ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എന്ത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. പക്ഷെ നല്ല ഫ്ലേവർ ഉള്ളതാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷേ കുറേ അങ്ങോട്ട് ചേർക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയുക ചെയ്യുക. കുറച്ച് മാത്രമേ ഗരം മസാല ചേർക്കാവൂ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് റിഫൈൻഡ് ഓയിലിൽ ഉണ്ടാക്കാം, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിൻ്റെ ശേഷം ഓരോന്നായിട്ട് നുള്ളി എടുത്തിട്ട് കുറച്ചായിട്ട് നുള്ളി എടുത്തിട്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതായത് പൊട്ടി പോവരുത്. ആ രീതിയിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മൾ പക്കവട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനിതിന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ അരപ്പ് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ എന്നാൽ ഒരു റവയുടെ തരിയായിട്ടുള്ള ഇതിൽ അരച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബൈൻഡിങ്ങോട് കൂടിയിട്ടുള്ള പക്കവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അല്ല നിങ്ങൾക്ക് ബൈൻഡിങ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് കടലമാവ് ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചത് 1-2 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർക്കാം. അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്യുക. ഇത് പൊക്കവട ആകുമ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറേ ഓയിലൊന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. അത് ഒരു പരന്ന പാനാവുക കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 2-3 പ്രാവശ്യത്തോടു കൂടി ഇത് മുഴുവൻ പക്കവടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ഈ മണിക്കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫൈബർ ഉള്ളതാണ്. അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഹീമോഗ്ലോബിൻ കൂട്ടാനും അതിനൊക്കെ വളരെ നല്ലതാണ്, പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പുറം ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. എന്താ പറയുക, ഇത് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതാ വറുത്ത് കോരി എടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്, വറുത്ത് കോരി എടുക്കുക. നമുക്ക് പുതിന ചട്നി അല്ലെങ്കിൽ മല്ലിയില ചട്നി, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക കെച്ചപ്പ് എന്തിൻ്റെ കൂടി നമുക്ക് കഴിക്കാം. ഇനി ഒന്നും വേണ്ട, ഒരു ചട്നിയും വേണ്ട, നമുക്കിത് അങ്ങനെ തന്നെ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്